أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آل محمد الدرس الثامن എട്ടാമത്തെ ദർസ് الفعل المضارع إذا دخل عليه ناصب أو جازم മുദാരി ആയ ഫിഅലിനെ കുറിച്ചാണ്. എപ്പം ഇദാ ദഖല അലൈഹി അതിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭത്തിൽ നാസിബുൻ നസ്ബ് ചെയ്യുന്ന ആമിൽ ഔ ജാസിമുൻ അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന ആമിൽ. ഈ മനസ്സിലാക്കണം അന്നഹു യദ്ഖുലു അലൽ ഫിഅലിൽ മുദാരിഇ അന്നഹു തീർച്ചയായും ശ്രദ്ധേയമായ കാര്യം യദ്ഖുലു അലൽ ഫിഅലിൽ മുദാരിഇ മുദാരി ആയ ഫിഅലിൻ്റെ മേൽ പ്രവേശിക്കും മ എന്ന ഹർഫ് വ ല എന്ന ഹർഫും. എങ്ങനത്തെ മായും ലായും അന്നാഫിയത്താനി നഫി ചെയ്യുന്നവകളായ നാഫിയത്തുൻ നാഫിയത്താനി നാഫിയാത്തുൻ അങ്ങനെയാണ് ജം ഉണ്ടാവുക ജം മുഅന്നസ് സാലിം. ഫലാ തുഗയ്യിറാനി സിയഗതഹു അങ്ങനെ ഈ മായും ലായും ഈ മുദാരി ആയ ഫിഅലിൽ പ്രവേശിച്ചാൽ എന്താ സംഭവിക്കുക? ഫലാ തുഗയ്യിറാനി അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന സംഗതി ഫലാ തുഗയ്യിറാനി സിയഗതഹു ആ മായും ലായും ആ മുദാരി ആയ ഫിഅലിൻ്റെ പദത്തിന് ഒരു മാറ്റവും വരുത്തൂല. അപ്പോൾ മായും ലായും വന്നാൽ എന്താ സംഭവിക്കുക? ഒരു ദുഃഖം സംഭവിക്കില്ല, പദത്തിനൊരു മാറ്റവും സംഭവിക്കില്ല. പിന്നെ ആകെയുള്ള മാറ്റം എന്താണ്? ചെയ്യും എന്നുള്ളത് ചെയ്യൂല എന്നാവും, അർത്ഥത്തിലൊരു മാറ്റം സംഭവിക്കും, വല്ലാതെ ഒരു മാറ്റം സംഭവിക്കില്ല. പട വേർച്ചാണ്ട് പന്തളത്തി വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് സമാധാനമാണെന്ന് പറഞ്ഞില്ലേ. തഖൂലു നീ പറയും ലാ യൻസുറു ലാ യൻസുറാനി ലാ യൻസുറൂന ലാ തൻസുറു ലാ തൻസുറാനി ലാ യൻസുർന ലാ തൻസുറു ലാ തൻസുറാനി ലാ തൻസുറൂന അങ്ങനെ പറയും. വകദാലിക നീ പറയും മാ യൻസുറു എന്നും പറയും, മാ യൻസുറു എന്നും പറയും. അന്നഹു തീർച്ചയായും കാര്യം യദ്ഖുലു പ്രവേശിക്കും അലൽ ഫിഅലിൽ മുദാരി മുദാരി ആയ ഫിഅലിൻ്റെ മേൽ മാ പ്രവേശിക്കും. അപ്പ ചുളിയാത്ത നെറ്റി എന്തിനാ അപ്പ ചുളിന്? അപ്പോഴല്ലേ നെറ്റി ചുളിയൻ്റെ. അപ്പൊ അന്നേരം പറഞ്ഞത് അപ്പൊ ഇവിടെ ഇല്ലേ ഇനി എവിടോ ഇനി ഇപ്പൊ ഇങ്ങനെ വന്നിക്കവന് മുദാരിൻ്റെ ഇതിൽ മാ പ്രവേശിക്കും. അതാണ് ഇപ്പൊ പറഞ്ഞത്. വകദാലിക അപ്രകാരം തന്നെ നീ പറയും മാ യൻസുറു മാ യൻസുറാനി മാ യൻസുറൂന മാ തൻസുറു മാ തൻസുറാനി മാ യൻസുർന മാ തൻസുറു മാ തൻസുറാനി മാ തൻസുറൂന മാ തൻസുരീന മാ തൻസുറാനി മാ അൻസുറു മാ അൻസുറു എന്ന് പറയും. വയദ്ഖുലുൽ ജാസിമു ജസ്മ് ചെയ്യുന്ന ഹർഫ് പ്രവേശിക്കും. എവിടെ? ഈ മുദാരി ആയ ഫിഅലിൽ ജസ്മ് ചെയ്യുന്ന ഹർഫും പ്രവേശിക്കും. ഫയുഹ്ദഫു മിൻഹു അങ്ങനെ ജസ്മ് ചെയ്യുന്ന ഹർഫ് പ്രവേശിച്ചാൽ നേരത്തെ മാതിരിയല്ല. ഫയുഹ്ദഫു മിൻഹു ആ മുദാരി ആയ ഫിഅലിൽ നിന്ന് കളയപ്പെടും ഹറക്കത്തുൽ വാഹിദി അസ്സീഗത്തിൽ മുഫ്റദത്തി മുഫ്റദത്തായ സീഗ ഏകവചനത്തിൻ്റെ മുദാരി ആയ ഫിഅൽ ഹുവ എന്ന ദമീറിനെ അല്ലെങ്കിൽ ഒറ്റ ഫാഇലിൻ്റെ ഫിഅൽ ഒറ്റ ഫാഇലിൻ്റെ ഫിഅൽ ആ ഒറ്റ ഫാഇലിൻ്റെ ഫിഅലിൻ്റെ ഹറക്കത്തിനെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹറക്കത്തിനെ അപ്പോൾ ആ സമയത്ത് കളയപ്പെടും, ആ മുദാരി ആയ ഫിഅലിൽ നിന്ന് കളയപ്പെടും. അപ്പം ജാസിമ് മുദാരി ആയ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ആമിൽ പ്രവേശിച്ചാൽ കമാ തഖൂലു നീ പറയും പ്രകാരം ഫി യൻസുറു യൻസുറു എന്ന ഫിഅലിൽ നീ പറയും പ്രകാരം ലം യൻസുർ എന്ന് പറയും പോലെ. അപ്പൊ ഈ ലം എന്ന ഹർഫ് ഇതൊരു ചില്ലറ ഹർഫല്ല, ഇത് ചില പെണ്ണുങ്ങളുമായിട്ട് ഹർഫാണ്. ചില പൊരയിൽ ചില പെണ്ണുങ്ങൾ കയറി വന്നു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടെ ആ പേര തകിടം മറിഞ്ഞു പോകും. നല്ല സമാധാനമുള്ള പെരവും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാപ്പിയും ഇമ്മിയും തമ്മിൽ നല്ല സ്നേഹം, അതുപോലെ ഇമ്മിയും വാപ്പിയും മകനും തമ്മിൽ ഭയങ്കര സ്നേഹം, സഹോദരന്മാർ തമ്മിൽ ഒരു പ്രശ്നമില്ല, നല്ല സ്നേഹം, നല്ലൊരു പെരവ്. അവിടേക്ക് മൂത്ത മകൻ ഒരു മയ്യോളേറ്റാണ്ട് വന്നതാ, കഴിഞ്ഞ് കച്ചവടം, പിന്നെ പൊരിഞ്ഞ കച്ചറ നായാട്ട് പെരയിൽ ഒരു സൂര്യം പൊടിച്ചില്ല. അങ്ങനെ ഇതേ മാതിരിയാണ് ഈ ലം. ഈ മുദാരി ആയ ഫിഅലിനാണ് കടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മുദാരി ആയ ഫിഅലിൻ്റെ കഷ്ടകാലാണ് എന്ന് പറഞ്ഞാൽ യൻസുർ ആ മുദാരി ആയ ഫിഅലിൻ്റെ അവസാനത്തിൽ യൻസുറൂന്നെല്ലാം ഉണ്ടായിരുന്നത്. മുദാരി ആയ ഫിഅലിൻ്റെ അവസാനത്തിൽ ദമ്മത്തേനെ ഉണ്ടായിരുന്നത്. ആ ദമ്മത്തിനെ ഈ ലം വന്നാണ്ടാണ് മാറ്റും. ഫസ്റ്റ് തന്നെ വന്ന് കയറിയ സമയത്ത് തന്നെ അവിടെ പെരയിലുള്ള
അടുക്കളയിലെ കാലാണ്ട് വെച്ചുട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി നേരെ വന്ന് കണ്ടിട്ട് ആ വമ്മത്താണ് മാറ്റും. എന്നിട്ട് അവിടെ സുഖം വന്നത്. അങ്ങനെ ലം എന്ന ഹർഫ് കൊണ്ടുപോയിട്ട് മുതാരി ആയ ഫിഅലിന്റെ അവസാനത്ത് കൊണ്ടുവരുന്ന സുക്കൂന്റെ പേരാണ് ജസ്മ്. അത് സ്വയം ഉണ്ടാവുന്നതല്ല. പിന്നെന്താണ്? ഈ ലമ്മ് വന്ന് കൊണ്ട് ഇടുന്നതാണ്. അങ്ങനെയാണ് മരോള് പൊട്ടിച്ച കലം എന്ന മാതിരി. അങ്ങനെയുള്ള പെരയിൽ വേറുള്ള ആൾക്കാരത് ചെയ്ത മാതിരിയല്ലല്ലോ. മരോളടുത്ത് നിന്ന് എന്തെങ്കിലും വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓള് അതേമാതിരി അഞ്ചൻ്റെ കുട്ടീനെ തച്ചാൽ പ്രശ്നമാണ്. വേറെപ്പം വാപ്പ ആ കുട്ടീനെ ഫുട്ബോൾ ഇട്ടുന്നേര് തട്ടിയാലും പ്രശ്നമില്ല. അഞ്ചന്മാർ മുഴുവൻ തച്ചാൽ പ്രശ്നമില്ല. ഇവളാ കുട്ടി എന്തോ ഒരു കുരുത്തക്കേട് കാണിക്കുന്ന സമയത്ത് ഇതത്തറ കാട്ടണമെന്ന് വെച്ചിട്ടുണ്ടെന്നാണ് കൊടുത്തത്. അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ? അപ്പം അതിന് പ്രത്യേക പേരൊക്കെ ഉണ്ടാവും. അതുപോലെ എളാമ, വാപ്പ ഒന്നാമത്തെ ഭാര്യ മരിച്ചു, 7 കുട്ടികളുണ്ട്. വാപ്പഞ്ഞിപ്പോൾ ഏതായാലും കുട്ടികളെയും ഇനി നോക്കാൻ ആളെന്നുള്ളവർക്കൊരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ കുട്ടി അതിൻ്റെ സ്വന്തം മക്കളെ മാതിരി പോയിട്ടാണ് വീട്ടിലെ മറ്റു കുട്ടികളൊക്കെ ഇയാളെ ആദ്യത്തെ ഭാര്യയുള്ള മക്കളെ. അപ്പോൾ കുട്ടികളോട് സ്നേഹം മാത്രമല്ലല്ലോ, ചില സമയത്ത് ഗൗരവത്തിനും കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എന്ന രൂപത്തിൽ ആ കുട്ടി എന്തോ തെറ്റ് ചെയ്തപ്പോൾ ഒന്ന് കൊടുത്തതാണ്. ആ ഭയങ്കര പ്രശ്നം. അത് എളാമപ്പോരാവും. നേരെ മറിച്ച് ആ കുട്ടീൻ്റെ അമ്മയാണ് തച്ചൊന്ന് നിൽക്കണമെങ്കിലും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഈ എളാമ ഇറുകിഴുത്ത് തച്ചത് എളാമപ്പോര് എന്ന് പറഞ്ഞ മാതിരി ലം വന്ന് കണ്ടിട്ട് മുതാരി ആയ ഫിഅലിന്റെ അവസാനത്തിൽ ഒരു സുക്കൂൻ ഇട്ടപ്പം അതിന് പേര് മാറി. അതിനെന്തായി? ജസ്മ് എന്നായി. ഈ മുതാരി ആയ ഈ ലമ്മിനും വേറൊരു പേരിട്ടി. മുതാരി ആയ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ആള്. ഇത് വന്ന് കണ്ടിട്ട് മുതാരി ആയ ഫിഅലിന് ജസ്മ് ചെയ്താളും. അപ്പോൾ ഈ ലമ്മിന് നമ്മളൊരു പേര് കൊടുക്കുകയാണ് ജാസിം. ജാസിമുൽ ലിൽ ഫിഅലിൽ മുതാരി. മുതാരി ആയ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ആള്. സാധനം ഹർഫ്, ജസ്മ് ചെയ്യുന്ന ഹർഫ്. ഇത് വന്നിട്ട് മുതാരി ആയ ഫിഅലിന്റെ അവസാനത്തിൽ ഇടുന്ന സുക്കൂന്റെ പേരാണ് ജസ്മ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ മുതാരി ആയ ഫിഅലിന് വേറൊരു പണി കൂടി ചെയ്താലോ. ഒരു അമ്മത്തെ മാറ്റി സുക്കൂനാക്കിയതപ്പോൾ വലിയ പ്രശ്നം. അല്ല പ്രശ്നം. മുതാരി ആയ ഫിഅലിന്റെ അർത്ഥം തേനി ഒന്നുകിൽ പ്രസന്റ് ടെൻസിന്റെ അർത്ഥം. യൻസുറു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ഒരു അർത്ഥം. ഇത് ലം വന്നപ്പം പ്രവർത്തിച്ചിട്ടില്ല എന്നായി. മാനസറിന്റെ അർത്ഥം. മാനസറക്ക് മാഫാലൊക്കെ കൊടുത്ത അർത്ഥം. മാഫാല അവനൊരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല. ആ അർത്ഥമാണ് ഇപ്പം ലം യൻസുറിനുള്ളത്. കോലം മുതാരി ആണ്, പക്ഷേ അർത്ഥം മാതിൻ്റെതായി പോയി. ചില ആൾക്കാരങ്ങനെയാണ്. അവനെ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല മൊയ്യരാണ്. തെക്കവ് അങ്ങനെ അവൻ്റെ താടിമക്കൂട്ട് അങ്ങനെ ഒലിച്ചു വയത് എറിയുമ്പോൾ. ചെറിയ താടി മീസില്ലാത്ത കുട്ടികൾ അവൻ്റെ കൈമ കിട്ടിയോ കണ്ടേ? അപ്പോഴല്ലേ അവൻ്റെ സ്വഭാവം മനസ്സിലാവുക. തെമ്മടിയാണ് അവൻ. അള്ളാഹു താലാൻ്റെ പള്ളിയിൽ വെച്ചാണോ തോന്നിയ ദിവസം ചെയ്താളൂ. ഒരു മടിയില്ല അവനക്ക്. സംശയിച്ചു പോകും അവൻ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ. പടച്ചറപ്പിൻ്റെ വീടായ പള്ളിയിൽ വെച്ച് വരെ അവൻ ചെറിയ കുട്ടികളോട് തോന്നിയ ദിവസം ചെയ്താളൂ. അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ കോലെന്താണ്? നല്ല മൊയ്യത്തെ സ്വഭാവം. തനി ആ റോട്ടുമ്മക്കൂടെ പോണ നായി അതിനെക്കാട്ടിയും ഡീസൻ്റാണ്. അതിന് തിന്നാൻ കൊടുത്താൽ കടിച്ചൂല. പക്ഷേ ഈ നാട്ടുകാരാണ്, ഈ കുട്ടീൻ്റെ വാപ്പടക്കമുള്ള ആൾക്കാരാണ് ഈ ഇരുകാലിക്ക് നക്കാൻ കൊടുക്കുന്നത് നേരത്തിന്. ഇവരെ ചെലവുമ്മലാണ് ഇവൻ കഴിഞ്ഞു പോണത്. ഇവര് കൊടുക്കണ പരിസംഖ്യ കൂട്ടി വെച്ചുകൊണ്ടാണ് ഇവൻ്റെ പെര കഴിഞ്ഞു പോണത്. എന്നിട്ടാണ് അവൻ്റെ കുട്ടീനോടായി തോന്നിയ ദിവസം കളിക്കുന്നത്. നായി ചെയ്യൂല. നായി അതിനൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടികളെയും മക്കളെയൊക്കെ നല്ലോണം നോക്കും. ഏത് നമ്മൾ തലേന്നൊക്കെ ഭക്ഷണം വേസ്റ്റ് കൊടുത്താൽ മതി, നല്ല കൊടുക്കണ്ട. വേസ്റ്റ് കേടുന്നത് ഇത് നല്ല കൊടുക്കണം അവന്. അങ്ങനെ നമ്മൾ തിന്ന ചോറ് പറ്റൂലേ മൊയ്യർക്കേ. അങ്ങനെയുണ്ട്. ഞങ്ങളൊരു സ്ഥലത്ത് കിണറ്റിനക്ക് പോയാലേ. അപ്പോൾ കിണറ്റിന് പാവപ്പെട്ട വീട്ടുകാർ. ഞങ്ങൾ കിണറിനക്ക് അപ്പോൾ എന്താ മക്കളെ നിങ്ങളെന്തെങ്കിലും പത്തിനക്ക് എന്തെങ്കിലും വെള്ളയിക്കണ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നിങ്ങൾ കഞ്ഞി ഉണ്ടാക്കി തന്നു പത്തിനക്ക്. ഞങ്ങൾ കുടിച്ച് കഞ്ഞിയും പപ്പടം കുടിച്ച് ഞങ്ങൾ നിങ്ങളോട് എടുത്ത് ഉച്ചക്ക് ചോറും പപ്പടവും പച്ചക്കറി ഉണ്ടാക്കി തന്നെ ഞങ്ങൾ തിന്നു. അപ്പം അന്ന് തന്നെ മൊയ്ലിയരെ ചിലവ്. മൊയ്ലിയരെ ഇങ്ങോട്ട് കയറി എന്നപ്പോൾ ഈ ചോറും പപ്പടവും ഇതേമാതിരി പച്ചക്കറിയും കൊടുത്തു. രസിമീനൊന്നുമില്ല ഇതത് നിങ്ങൾ പറഞ്ഞിട്ട് പൊരിയ ഇയാളെ പൊരി വെച്ചപ്പാട്. അവിടെ ആ പെണ്ണുങ്ങൾ ആ വാതിൽക്കൊടി ഇരുന്നുണ്ട് നാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ കൊടുത്തിട്ടുണ്ട് ഒരു ഗിരിയേട്ടൻ. ഓന് കണ്ടു കഴിഞ്ഞ് കാണി ഓൻ്റെ കൺട്രോൾ പോയി. എന്നാണെങ്കിൽ നക്കി നീച്ച് പോവാൻ ദേശ അവിടുന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ വിളിച്ച ജീവൻ്റെ പേരില്ലേ, ആ പേരാണ്ട് വിളിച്ച്. ഞങ്ങൾ നയിക്കണ ഞങ്ങൾ നിന്നതാ. ഞങ്ങൾ ഇങ്ങോട്ട് എന്നിട്ട് പിക്കാസ കുത്തുന്നു. അനക്ക് അവിടെ പോയിട്ട് മരുന്ന് കെടുക്കാനല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് ഇറച്ചെടുക്കാനൊന്നുമില്ല, ഒരു പഠിച്ചാനില്ല. നേരത്തെ നക്കുക കിടന്നുറങ്ങുക. എന്നിട്ട് ഇതേമാതിരി കൊല്ലത്തിൽ മങ്കൂസുമൂലത് കുങ്കൂസുമൂലത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതി ഉണ്ടാവും. ആ പേരും പറഞ്ഞാണ്ട് നാട്ടുകാരൊക്കെ ഒന്ന് കായും തട്ടി കീസരിടുക. ഇതൊക്കെ തന്നെ പരിപാടി. അല്ലാതെ ഇൽമിയായ വർക്കുകളൊന്നുമില്ല.
വീട്ടിൽ അവിടെ പോയിട്ട് 4 കുട്ടികളെ പഠിപ്പിച്ചെടുക്കലാന്നില്ല. അത് രാവിലെ 7 മുതൽ ഒരു 9 മണി വരെയൊക്കെയുള്ള ചെറിയ സമയത്ത് എന്തെങ്കിലും ഒരു മദ്രസ എന്നൊക്കെ പറഞ്ഞ പരിപാടി ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതാണ് ഇങ്ങനെ ആ പള്ളിക്കൽ വാങ്ങിക്കൊടുക്കുക, ജമാഅത്ത് നിസ്കാരം ഉണ്ടാവും. ചിലർക്ക് അവും ഉണ്ടാവില്ല. മദ്രസ പഠിപ്പിക്കൽ മാത്രമാണെങ്കിൽ അവും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പനാണ്. അപ്പോൾ ഈ പാറ ഉത്തരം ഞങ്ങൾക്കില്ല. ഞങ്ങൾ മര്യാദക്ക് തിന്നാണ്ടിട്ട് അൽഹംദുലില്ലാ ഞങ്ങളെ പണിയെടുക്കുക. അപ്പോൾ ഓഹം വന്നാണ് ചിലക്ക്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അവൻ്റെ കോലോ അവൻ്റെ വയൽ നട്ടാലോ മുത്തുനബി ഇങ്ങോട്ടാണ് വന്നതാന്ന് വിചാരിച്ചു അല്ലേ? അത്രയും നല്ല വയലാണ് എന്ന മാതിരിയാണ്. കോലത്തിൽ ഇത് മുതാരി ആയ പേരാണ്, പക്ഷെ അർത്ഥം മാറിയിരിക്കും. നമ്മളെ മൂല്യര മാതിരിയാണ്, ഇരുകാരി സ്വഭാവമാണ് എന്ന് പറഞ്ഞ മാതിരി അർത്ഥം മാവിയുടെ അർത്ഥമാണ്. ലം യൻസുർ, അവനൊരു പുരുഷൻ സഹായിച്ചിട്ടില്ല എന്നർത്ഥമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലം വന്നാൽ മുതാരി ആയ ഫിഅലിന്റെ അവസാനത്തിൽ അത് സുക്കൂൻ ചെയ്യും. ഈ ലം മുതാരി ആയ ഫിഅലിനെ സുക്കൂൻ ചെയ്യും. ആ ലം ചെയ്യുന്ന സുക്കൂൻ നമ്മൾ ജസ്മ് എന്ന് പറയും. പിന്നെ ഈ മുതാരി ആയ ഫിഅലിന്റെ അർത്ഥത്തിന് അത് മാദിയുടെ അർത്ഥത്തിലേക്ക് മാറ്റും. സഹായിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്നൊരർത്ഥത്തിലേക്ക് മാറ്റും. അഫി തൻസുറു, തൻസുറു എന്ന ഫിഅലിൽ നീ പറയും ലം തൻസുർ എന്ന് പറയും. ലം തൻസുർ എന്ന് പറഞ്ഞാൽ അവൾ ഒരു സ്ത്രീ സഹായിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ വരും. ലം യൻസുർ, ലം യൻസുറ, ലം യൻസുറു, ലം തൻസുർ. പിന്നെ ലം തൻസുർ അടുത്തതായിട്ടൊരു തൻസുർ ഉണ്ട്. അവൻ നീ ഒരു പുരുഷൻ സഹായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലും ലം തൻസുറു തൻസുറു. അവർ ലം തൻസുറിന് രണ്ടർത്ഥമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് അത് മാറും. ഫാഇല് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവൾ ഒരു സ്ത്രീ സഹായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ വരും. ഫാഇല് പുരുഷനാണെന്നുണ്ടെങ്കിൽ നീ ഒരു പുരുഷൻ സഹായിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ വരും. അഫി അൻസുറു, അൻസുറു എന്ന ഫിഅലിൽ നീ പറയും ലം അൻസുർ, ഞാൻ സഹായിച്ചിട്ടില്ല എന്ന് പറയും. അഫി നൻസുറു, നൻസുറു എന്ന ഫിഅലിൽ നീ പറയും ലം നൻസുർ, ഞങ്ങൾ സഹായിച്ചിട്ടില്ല എന്ന് പറയും. വയുഹ്ദഫു നൂനു തസ്നിയതി, തസ്നിയയുടെ നൂനിനെ കളയപ്പെടും. കമാ തഖൂലു, നീ പറയുന്നത് പോലെ ഫി യൻസുറാനി വ തൻസുറാനി, യൻസുറാനിയിലും തൻസുറാനിയിലും നീ പറയും പോലെ ലം യൻസുറ ലം തൻസുറ എന്ന് പറയും, എന്ന് പറയുന്നത് പോലെ. അപ്പം യൻസുറാനി, യൻസുറു യൻസുറാനി അല്ലേ? ഇത് ലമ്മു വന്നപ്പോൾ ലം യൻസുർ ആയി. അപ്പം യൻസുറാനിയിലോ ലമ്മു വന്നാലോ അവസാനത്തുള്ള നൂനാണ് കളയും. അപ്പം മുതാരി ആയ ഫിഅലിൻ്റെ അത് ഒരു ഫാഇൽ, ഒറ്റ ഫാഇൽ അല്ലേ? ഹുവ, അവൻ ഒരു പുരുഷൻ, അല്ലെങ്കിൽ അവൾ ഒരു സ്ത്രീ, നീ ഒരു പുരുഷൻ, ഈ ഒക്കെ അർത്ഥത്തിലുള്ള ഫാഇൽ, ഇതൊക്കെ ഫാഇലായിട്ട് വരുന്ന മുതാരി ആയ ഫിഅലിൽ ലമ്മ് കടന്നാൽ മുതാരി ആയ ഫിഅലിന്റെ അവസാനത്തിൽ അത് സുക്കൂൻ ചെയ്യും. ആ സുക്കൂനിന് നമ്മൾ എന്താ പറയുക? ജസ്മ് എന്ന് പറയും. ഈ സുക്കൂൻ ചെയ്യുന്ന ലമ്മിന് നമ്മൾ ജാസിമുൻ എന്നും പറയും. ഇതേ ലമ്മ് യൻസുറാനി എന്ന മുതാരി ആയ ഫിഅലിൽ കടന്നാലോ ഈ മുതാരി ആയ ഫിഅലിന്റെ അവസാനത്തിലുള്ള നൂനിനെ നമ്മൾ അങ്ങോട്ടാണ് കളയും. അപ്പം ലം എന്ന ജസ്മിന്റെ ഹർഫ് മുതാരി ആയ ഫിഅലിന്റെ യൻസുറാനി എന്ന മുതാരി ആയ ഫിഅലിൽ പ്രവേശിച്ചപ്പോൾ നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. നേരത്തെ ഹറക്കത്തിനെ കളഞ്ഞിട്ടേനി ജസ്മ ചെയ്തത്. ഈ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹറക്കത്തില്ലാത്ത അവസ്ഥയാണ്. ഫതഹത്ത് ആ ഇ ഉ, അത് മൂന്നും ഇല്ലെങ്കിൽ പിന്നെ ഉ ആണ്. അതാണ് ഇർ. തൻസുറു എന്നും പറയാൻ പറ്റില്ല, അൻസുറ എന്നും പറയല്ല, സുരി എന്നും പറയാൻ പറ്റില്ല. അതിന് തൻസുർ ഒന്നും വേണ്ട. വാപ്പ വിളിച്ചപ്പോൾ വാപ്പാൻ്റെ അടുത്ത് എമ്മക്ക് പ്രശ്നം, ഉമ്മാൻ്റെ അടുത്ത് വാപ്പാക്കും പ്രശ്നം, അവൻ രണ്ടാളത്തേക്കും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. ഹറക്കത്തിനെ കളയുന്ന കണ്ടീഷനിലാണ് സുക്കൂൻ എന്ന് പറയാം. അപ്പം ഇവിടെ തൻസുറ യൻസുറാനിയിൽ എന്താണ്? നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മ്. ലം എന്ന ഹർഫ് മുതാരി ആയ ഫിഅലിൽ ഇങ്ങോട്ട് കയറി വന്നാണ്ട് മുതാരി ആയ ഫിഅലിനെ നൂനാണ് കളഞ്ഞു. അപ്പം ലൻ യൻസുറ ലം യൻസുറ എന്നായി കേട്ടോ. അതിൻ്റെ അർത്ഥം മാറ്റി. അവർ രണ്ട് പുരുഷന്മാർ സഹായിച്ചിട്ടില്ല എന്നാക്കി. അതുപോലെ തൻസുറു, നീ അവൾ ഒരു സ്ത്രീ സഹായിക്കും, അവിടെ ലം തൻസുർ എന്നാക്കി. ലം തൻസുറാനി എന്നുള്ളത് ലം തൻസുറ എന്നാക്കി, നൂനെ കളയൽ കൊണ്ട് ജസ്മ. അതുപോലെ തൻസുറു, നീ ഒരു പുരുഷൻ സഹായിക്കും എന്ന ലം തൻസുർ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കും എന്നുള്ളത് ലം തൻസുറ, ലം തൻസുറ എന്നാക്കി. ലം തൻസുറാനി നൂനെ കളഞ്ഞു, അവിടെയൊക്കെ നൂനെ കളഞ്ഞു. അപ്പൊ തെസ്നിയന്റെ അവിടെ ദ്വിവചനം, അതായത് ഇരട്ട ഫാഇൽ ഉള്ള ഫിഅലിന്റെ നൂനെ ഈ ലമ്മ് വന്ന് കളഞ്ഞു എന്ന്. വയുഹ്ദഫു നൂനുൽ ജംഇൽ മുദക്കരി,
മുദക്കറിന്റെ നൂനിനെ കളയപ്പെടും, അതിനെയും കളയപ്പെടും. കമാ തഖൂലു ഫി യൻസുറൂന വ തൻസുറൂന, തൻസുറൂനയിലും യൻസുറൂനയിലും നീ പറയും പോലെ ലം യൻസുറു ലം തൻസുറു. ഈ ലമ്മ് വന്നപ്പോൾ ഫുള്ള് അലമ്പായില്ലേ. ഫുള്ള് കയറി കണ്ട് വരിക. അവസാനത്തെ അക്ഷരത്തിന് അപ്പൊ ആദ്യം വന്നപ്പോൾ മൂപ്പര് ഹരക്കത്തെ കളഞ്ഞു, പിന്നെ കയറി എന്നാണ്ടിട്ട് അല്ലേ, പിന്നെ മുറത്ത് കയറി കൊത്തുകയാണ്. ഹരിന്തെന്ന് ആശാരിച്ചിനെയും കടിച്ചു കണ്ടിട്ട് പിന്നെ അതൊക്കെ നായി വീണെന്ന് അറിഞ്ഞില്ലേ. എന്ന മാതിരി നായിക്ക് പേളക്കിയപ്പം പറഞ്ഞാണ് ഹരിന്തിന്ന് ആശാരിച്ചിനെയും കടിച്ച് പിന്നെ നായി കണ്ട് പോവുക എന്ന് പറഞ്ഞ മാതിരി. ഈ ലമ്മാണ്ട് വന്നപ്പോൾ ആദ്യം വന്ന് കണ്ടിട്ട് സുക്കുനെ കളഞ്ഞു, പിന്നെ ഹറക്കത്തല്ല കളഞ്ഞത്. ആദ്യം വിചാരിച്ചൊരു ഹറക്കത്തല്ല ഓട്ടന്ന് വിചാരിച്ചു. അപ്പം നൂനെ കളയുന്നത് ഓരോ ഹറഫാ തട്ടുന്നത് വന്ന് കണ്ടിട്ട്. അപ്പം ലം യൻസുറൂന എന്ന മുദാരി ആഫിയിൽ ലമ്മ് കടന്നപ്പം നൂനിനാണ്ട് കളഞ്ഞു ലമ്മ്. അപ്പം നൂനെ കളയൽ കൊണ്ട് ജസ്മ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ലം തൻസുറു അവിടെ അങ്ങനെ തന്നെ. വ യുഹ്ദഫു കളയപ്പെടും നൂനുൽ വാഹിദത്തിൽ മുഖാത്തബത്തി, മുഖാത്തബത്തായ ഒരു സ്ത്രീ ഫായിലായിട്ട് വരുന്ന ഫിഅലിൽ അയിന നൂനെയും കളയപ്പെടും. കമാ തഖൂലു ഫി തൻസുരീന, നീ ഒരു സ്ത്രീ സഹായിക്കും, നീ ഒരു സ്ത്രീ സഹായിക്കും എന്നർത്ഥം വരുന്ന മുദാരി ആയ ഫിഅൽ. അതിൽ ലമ്മ് കടന്നാൽ ലം തൻസുരി എന്നാകും, നൂനിന് അവിടെയും കളയും. കരിമ്പുംകാട്ടിൽ ആന കയറി മയ്യലിലെന്നും എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പുണ്ടാക്കും കയറി കഴിഞ്ഞാൽ. അർത്ഥം മാറ്റിക്കഞ്ഞി ലം തൻസുരി, നീ ഒരു സ്ത്രീ സഹായിച്ചിട്ടില്ല എന്നാക്കി കഴിഞ്ഞു. ആദ്യം സഹായിക്കും എന്നുള്ളതേനി, അത് സഹായിച്ചിട്ടില്ല എന്നാക്കി. വലാ തുഹ്ദഫു നൂനു ജമാഅത്തിൽ മുഅന്നസി, വലാ തുഹ്ദഫു നൂനു ജമാഅത്തിൽ മുഅന്നസി, ജമാഅത്തുൽ മുഅന്നസിന്റെ നൂനിനെ കളയപ്പെടൂല. ഇന്നഹ, കാരണം തീർച്ചയായിട്ടും അത് ളമീറുൻ, അത് ളമീറാണ്. കൽ വാവി, വാവിനെ പോലെ. ഫി ജംഇൽ മുദക്കരി, ജംഅ മുദക്കറിലുള്ള വാവിനെ പോലെ. യൻസുറൂന എന്നുള്ളടത്ത് നൂനിനെ കളഞ്ഞിട്ടുള്ളൂ, വാവിനെ കളഞ്ഞില്ല. ആ വാവാണ് എന്ത്, വാവുൽ ജമാഅത്ത്. ഹും എന്ന ളമീറിന്റെ അല്ലെങ്കിൽ അൻതും എന്ന ളമീറിന്റെ ഒക്കെ ഷോർട്ട് ഫോം ആയിട്ട് വരും. തൻസുറൂനയിൽ അൻതും എന്ന ളമീറിന്റെ ഷോർട്ട് ഫോം ആണ്. യൻസുറൂനയിൽ ഹും എന്ന ളമീറിന്റെ ഷോർട്ട് ഫോം ആണ്. അതിനാണ് ജംഅ മുദക്കറിന്റെ വാവ്, വാവുൽ ജമാഅത്ത് എന്നൊക്കെ പറയുന്നത്. അതിനെ തൊട്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ തൻസുരീന എന്ന് പറഞ്ഞിടത്തുള്ള യാ ഉൽ മുഖാത്തബത്ത്, അൻതി എന്ന ളമീറിന്റെ ഷോർട്ട് ഫോമാണ് തൻസുരി എന്ന് പറഞ്ഞിടത്തുള്ള യാ, ന് ശേഷമുള്ള യാ, അൻതി എന്ന ളമീറിന്റെ ഷോർട്ട് ഫോമാണ്. അതിനും തൊട്ടിട്ടില്ല. അപ്പൊ ളമീറിനൊന്നും തൊടലില്ല. പിന്നെ ആരെ തൊടുക, ആ മൂലക്കലുള്ള നൂന്, അതിനുണ്ട് തെറ്റിദ്ധരിപ്പിച്ചോളൂ. ളമീറെ തൊട്ടാ വിവരം അറിയും, അതുകൊണ്ടാണ്. എന്ന മാതിരി ഇവിടെ യൻസുർന തൻസുർന അതുണ്ടല്ലോ. യൻസുർ യൻസുറാനി, യൻസുറൂന തൻസുറ തൻസുറാനി, യൻസുർന ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഇനാസിൽ ഗായിബാത്തി വദ്ദമീറുൽ മുത്തസിലു ബിഹി ഹുന്ന. വദ്ദമീറുൽ മുത്തസിലു ബിഹി ഹുന്ന ഫാഇലുഹു, ഹുന്നയാണ് അതിന്റെ ഫാഇൽ. അതുപോലെ തൻസുറു തൻസുറാനി, തൻസുറൂന തൻസുറീന, തൻസുറാനി, തൻസുർന ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽ ഇനാസിൽ ഹാദിറാത്തി വദ്ദമീറുൽ മുത്തസിലു ബിഹി അൻതുന്ന ഫാഇലുഹു. ആ അൻതുന്ന അതിന്റെ ഷോർട്ട് ഫോമായ നൂന്, ഹുന്ന അതിന്റെ ഷോർട്ട് ഫോമായ നൂന്, യൻസുർനയിലെ നൂന്, തൻസുർനയിലെ ലാസ്റ്റിലുള്ള നൂന്, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വലാ തുഹ്ദഫു നൂനു ജമാഅത്തിൽ മുഅന്നസി, ജമാഅത്ത് മുഅന്നസിന്റെ ജംഅ മുഅന്നസിന്റെ നൂനിനെ കളയപ്പെടുകയില്ല. ഇന്ന, കാരണം തീർച്ചയായിട്ടും ആ നൂനെ ളമീറുൻ, ളമീറാണ്. കൽ വാവി, വാവിനെ പോലെ. ഫി ജംഇൽ മുദക്കരി, യൻസുറൂന, യൻസുറൂന എന്ന ജംഉൽ മുദക്കറിലുള്ള വാവിനെ പോലെ. ഫതസ്ബുതുൻ നൂനു, അപ്പൊ നൂന് സ്ഥിരപ്പെടും. അലാ കുല്ലി ഹാലിൻ, ഏത് നൂന്, തൻസുർനയിലെയും യൻസുർനയിലെയും നൂന്, ആ നൂന് സ്ഥിരപ്പെടും. അലാ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയിലും, എല്ലായ്പ്പോഴും എന്നർത്ഥം. കമാ തഖൂലു, നീ പറയും പോലെ. ഫി യൻസുർന, യൻസുർനയിൽ പറയും പോലെ. ലം യൻസുർന, ഫി തൻസുർന, തൻസുർനയിൽ നീ പറയും പോലെയും. ലം തൻസുർന, അങ്ങനെ. വമിനൽ ജവാസിമി ലാമുൽ അംരി, ജസ്മിന്റെ ആമിലുകളിൽ പെട്ടതാണ് ലാമുൽ അംർ. ലി എന്ന ഖസ്റുള്ള ലാമ്, അത് മുദാരി ആയ ഫിഅലിൽ പ്രവേശിച്ചാൽ നമ്മളെ ലമ്മിന്റെ മാതിരിയാണ്. ലമ്മിന്റെ മാതിരി തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ.
അർത്ഥം മാറ്റും. അർത്ഥം പിന്നെ മുതാരിയായ ഫിയലിന് അർത്ഥം അമ്രാക്കും. പിന്നെ മുതാരിയായ ഫിയലിന് അവസാനത്തെ കൊണ്ട് കണ്ടിട്ട് ജസ്മും ചെയ്യും. ജസ്മി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒറ്റ ഫായിലുള്ള ഫിയലാണെന്നുണ്ടെങ്കിൽ അവസാനം പോയി സുക്കൂൻ ചെയ്തോളൂ. ഇരട്ട ഫായിലോ അതുപോലെ ഒന്നിൽ ജംഅ മുദക്കറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ യാ ഉൽ മുഖാത്തബത്ത് ഒക്കെ കയറി കിടക്കുന്ന ഫിയലാണെന്നുണ്ടെങ്കിൽ നൂനാണ്ട് കളയും. അതാണ് ഈ ലാമിൻ്റെ സ്വഭാവം. അപ്പോൾ വമിനൽ ജവാസിമി ജസ്മിന്റെ ആമിലുകളിൽ പെട്ടതാണ് ലാമുൽ അംരി, ലാമുൽ അമ്ർ, ലി എന്ന ലാമുൽ അമ്ർ. ഫതഖൂലു, അപ്പോൾ നീ പറയും ഫി അംറിൽ ഗായിബി, അംറിൽ ഗായിബിൽ നീ പറയും ലി അൻസുർ എന്ന് പറയും. ലി അൻസുർ, ലി ലി ഹർഫു അംരിൻ, യൻസുർ ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ ബിലാമിൽ അംരി, ലി ലാമുൽ അമ്ർ മബ്നിയുൻ അലൽ കസ്ർ. അതിന്റെ അവസാനത്തിൽ എപ്പോഴും ഒരു കസ്ർ ഉണ്ടാവും. ആ കസ്ർ പോവില്ല. സംസാരത്തിന്റെ ഇടയിൽ വരുന്ന സമയത്ത് ആ കസ്ർ പോയിട്ട് സുക്കൂനാവുന്നു. യൻസുർ ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ ബി ലാമിൽ അംരി, ലാമുൽ അമ്ര കൊണ്ട് ജസ്മ ചെയ്യപ്പെട്ട മുദാരി ആയ ഫിഅലാണ് യൻസുർ എന്ന മുദാരി ആയ ഫിഅൽ. ലി യൻസുറ, ലി ലാമുൽ അമ്ര, യൻസുറ ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി നൂൻ, നൂനിനെ കളയൽ കൊണ്ട് ജസ്മ ചെയ്യപ്പെട്ട മുദാരി ആയ ഫിഅലാണ് യൻസുറ എന്ന മുദാരി ആയ ഫിഅൽ. യൻസുറാനി എന്നുണ്ടേനത്, ലി യൻസുറു യൻസുറൂന എന്നുണ്ടേനത്, ലി ലാമുൽ അമ്ര യൻസുറു ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി നൂൻ, നൂനിനെ കളയൽ കൊണ്ട് ജസ്മ ചെയ്യപ്പെട്ട മുദാരി ആയ ഫിഅലാണ് യൻസുറു എന്ന മുദാരി ആയ ഫിഅൽ. അർത്ഥം അമ്രിൻ്റെതാണ്. ലി യൻസുർ, അവൻ ഒരു പുരുഷൻ സഹായിക്കട്ടെ. ലി യൻസുറ, അവർ രണ്ട് പുരുഷന്മാർ സഹായിക്കട്ടെ. ലി യൻസുറു, അവർ ഒരു കൂട്ടം പുരുഷന്മാർ സഹായിക്കട്ടെ. ലി യൻസുർ ഫിഅലു അംരിൻ, ഫിഅലു അംരിൻ ലിദ്ദകരിൽ ഗായിബി വദ്ദമീറുൽ മുസ്തതറു ഫീഹി ഹുവ ഫാഇലുഹു. ലി യൻസുറ ഫിഅലു അംരിൻ ലിദ്ദകറൈനിൽ ഗായിബൈനി ലം ലിയൻസുറു ഫിഅലു അംരിൻ ലിദ്ദുകൂരിൽ. അതുപോലെ തന്നെ ലി തൻസുർ, അവൾ ഒരു സ്ത്രീ സഹായിക്കട്ടെ. ലി എന്ന അമ്രിന്റെ ഹർഫ് തൻസുർ എന്ന മുദാരി ആയ ഫിഅലിന് ജസ്മ ചെയ്തു. സുക്കൂനാണ് ജസ്മിന്റെ അടയാളം. സുക്കൂൻ കൊണ്ട് ജസ്മ ചെയ്തു. അതായത് ഹറക്കത്തിനെ കളയൽ കൊണ്ടാണ് ജസ്മ. ഹറക്കത്തിനെ കളഞ്ഞാൽ പിന്നെ സുക്കൂനാണ് ഉണ്ടാകുക. ഒന്നുമില്ലെങ്കിൽ ആന്നും പറയാൻ പറ്റില്ല, ഈന്നും പറയാൻ പറ്റില്ല, ഊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയാ, എന്ന് പറയുന്നല്ലാതെ. ലി തൻസുറ ലാമുൽ അമ്ർ, തൻസുറ ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ ബി ഹദ്ഫി നൂനി, അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കട്ടെ. ലി യൻസുർന, അവർ ഒരു കൂട്ടം സ്ത്രീകൾ സഹായിക്കട്ടെ. യൻസുർനോട് കളി ഇറക്കില്ല. അവിടെ പിന്നെ ആ നൂനിനെ തൊട്ടാൻ പറ്റില്ല. അത് ദമീറാണ്. ദമീർമൽ ഇവിടെ ഒന്നും തൊട്ടിട്ടില്ലല്ലോ. തൻസുറ എന്നുള്ളടത്ത് അലിഫ് ഹുമ എന്നുള്ള ദമീറിന്റെ ഷോർട്ട് ഫോമാണ്, അതിമ തൊട്ടിട്ടില്ല. അതുപോലെ യൻസുറു എന്നുള്ളടത്ത് വാവുൽ ജമാഅത്ത്, അതിമനും തൊട്ടില്ല. നൂനുമലാണല്ലോ തൊട്ടത്. എന്നാലും ഈ നൂനുമൽ അതേമാതിരി പാഞ്ഞേറണ്ട. അത് ഇതേമാതിരി വാവിന്റെ മാതിരി അലിഫിന്റെ മാതിരിയൊക്കെ ഉള്ള നൂനാണത്. കുന്നയുടെ ഷോർട്ട് ഫോം ആയ നൂനാണത്. അതിമ തൊടാൻ പറ്റൂല. അപ്പൊ അവിടെ വന്നാണ്ടിട്ട് ഇങ്ങനെ നാവണച്ചിങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആൺകുട്ടികളുടെ ഇടയിൽ വന്നിട്ട് നാട്ടിൽ ഭയങ്കര റൗഡിൻ്റെ മൂപ്പര് ഇവിടെ താന്നൂരൊക്കെ പോയി വെല്ലുവിളിച്ചതാ. താന്നൂർ ഓലപ്പീടിയയിൽ അവിടെ അങ്ങനെ ചെന്ന് കണ്ടിട്ട് നമ്മളെ സമയക്കൻ നാട്ടിലെ അവിടെ ചെന്നാണ് മൂപ്പര് ഇന്നത്തല്ല ആരടാ ഉള്ളത്, എന്നോട് മുട്ട ആരടാ ഉള്ളത് ചോദിച്ചു. അപ്പോൾ ആൾക്കാരവിടെ അങ്ങനെ ചായയും കുടിച്ചവിടെ ഇങ്ങനെ കുത്തിരുന്നു. ആരും വന്നില്ല. അതിൽ വേറൊരാൾ പറഞ്ഞു ഇജന്നാണ് ഏറ്റവും വലിയ കുണ്ട, ഇവിടെ ഇരിക്കും ചായ അടിക്കുന്നതാണ്. അപ്പം അവിടുന്ന് അങ്ങനെ കഴിച്ചില്ലേ. ഇതേമാതിരി കുറച്ചപ്പുറം വന്ന് കണ്ടിട്ട് ആ കടപ്പുറ ഏരിയ ചെന്ന് പറഞ്ഞതാ. പറഞ്ഞാൽ ഓർമ്മയുള്ളൂ. എന്ന മാതിരി എല്ലായിടത്തും ആ കളി ഇറക്കൂല. യൻസുറിനോട് ആ കളി ഇറക്കൂല. ആ നൂന് വമീറിന്റെ നൂനാണ്. അപ്പൊ ആ നൂനുമ്മ തൊടാൻ പറ്റൂല. അപ്പം ലാമ് മുദാരി ആയ ഫിഅലിന് ജസ്മിയുടെ ആമൽ തന്നെയാണ്. പക്ഷെ യൻസുറിനുമ്മ തൊടൂല. അവിടെ വന്നുമ്പോൾ അങ്ങനെ മിണ്ടാതെ അടക്കും. അതേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല. ഫലം യൻസുർന, അവർ ഒരു കൂട്ടം സ്ത്രീകൾ അവർ ഒരു കൂട്ടം സ്ത്രീകൾ സഹായിക്കട്ടെ. അങ്ങനെ അപ്പൊ അതാണ്. വകദാലിക, അപ്രകാരം തന്നെയാണ് അതിൽപ്പെട്ടതാണ്. ഏതിപ്പെട്ടത്? ആ മുദാരി ആയ ഫിഅലിന് ജസ്മ ചെയ്യുന്ന ആമിലുകളിൽ പെട്ടതാണ് ലാ അന്നാഹിയത്തു.
അരുത് എന്ന അർത്ഥത്തിൽ വരുന്നതിന് നിരോധനാജ്ഞയുടെ അർത്ഥത്തിൽ വരുന്നല്ല. ഫതഖൂലു അപ്പോൾ നീ പറയും ഫീ നഹിയിൽ ഗായിബി ഗായിബിനെ നഹി ചെയ്യുന്ന, അതായത് നേരിട്ട് അഭിസംബോധന ചെയ്യപ്പെടാത്ത പുരുഷന് സ്ത്രീ, ഇവർക്ക് ഇത് ഫായിലായിട്ട് വരുന്ന ഫിഅല്. അതിന് ജസ്മ ചെയ്യുന്ന മുളാരി ലന്ന നഹിയ ഗായിബ്, അതിൽ നീ പറയും ലാ യൻസുർ ലാ യൻസുറ ലാ യൻസുറു എന്ന് പറയും. യൻസുറു യൻസുർ എന്നായി, യൻസുറാനി യൻസുറ എന്നായി, യൻസുറൂന യൻസുറു എന്നായി. നമ്മളെ ലമ്മ് കിടന്നപ്പോൾ തന്നെ ഇതിന് ഇതേമാതിരി തന്നെ അർത്ഥം മാറ്റുണ്ട്. യൻസുറു എന്ന് പറയാൻ പക്ഷെ സഹായിക്കുന്നതിന്, ലാ യൻസുർ എന്നാകുമ്പോൾ എന്തായി, അവൻ സഹായിക്കരുത്. ലാ യൻസുറ അവർ രണ്ടാളും സഹായിക്കരുത്. ലാ യൻസുറു അവർ ഒരു കൂട്ടം ആളുകൾ സഹായിക്കരുത്, അവരെ ബ്ലോക്ക് ചെയ്യണം, അല്ല അങ്ങനെ സഹായിച്ചണ്ട. അതുപോലെ ലാ തൻസുർ അവൾ ഒരു സ്ത്രീ സഹായിക്കരുത്. ലാ തൻസുറ അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കരുത്. ലാ യൻസുർന അവർ ഒരു കൂട്ടം സ്ത്രീകൾ സഹായിക്കരുത്. ഫി നഹിയിൽ ഹാദിറി നഹിയിൽ ഹാദിറിൽ നീ പറയും ലാ തൻസുർ നീ സഹായിക്കരുത്, നീ ഒരു പുരുഷൻ. ലാ തൻസുറ നിങ്ങൾ രണ്ട് പുരുഷന്മാർ സഹായിക്കരുത്. ലാ തൻസുറു നിങ്ങൾ ഒരു കൂട്ടം പുരുഷന്മാർ സഹായിക്കരുത്. ലാ തൻസുരി നീ ഒരു സ്ത്രീ സഹായിക്കരുത്. ലാ തൻസുറ നിങ്ങൾ രണ്ട് സ്ത്രീകൾ സഹായിക്കരുത്. ലാ തൻസുർന നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ സഹായിക്കരുത്. ലാ തൻസുർന നഹിയൻ എന്നെ എന്റെ സിയാ ലാ തൻസുർ ലാ തൻസുർന എന്റെ സിയാ ഫീലു അംറ للإناث الحاضرات والضمير المستتر فيه أنتن فاعل الضمير المستتر فيه متصل به ആ ഫിഅലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അൻസുന്ന എന്ന ളമീർ, അതാണ് ലാ തൻസുർനയിലെ ഫാഇൽ. മീസാനൊക്കെ ഒന്ന് എടുത്ത് നോക്കണട്ടാ, അത് മറന്നാൽ അത് ബേസിക്കാണ്. ബേസിക് മറന്നാണ്ടൊരു പോക്കില്ല. അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ച മാതിരിയാവും, പെട്രോൾ ഇല്ലാതെ വണ്ടി പോവോ എന്നൊക്കെ മാതിരിയാണ്. മീസാൻ ഇല്ലാതെ മുന്നോട്ട് പോകില്ല. വക്കഥ ഖിയാസ് സാഇരിൽ അംസില, വക്കഥ അപ്രകാരം തന്നെയായിരിക്കും ഖിയാസ് സാഇരിൽ അംസില, ബാക്കിയുള്ള ഉദാഹരണങ്ങളുടെ എല്ലാം പൊതു നിയമം. വയദ്ഖുലുൻ നാസിബു ഇനി മുദാരി ആയ ഫിഅൽ നസ്ബ് ചെയ്യുന്ന ഹർഫ് അത് പ്രവേശിക്കും ഇവിടെ ഈ മുദാരി ആയ ഫിഅലിൽ. വയദ്ഖുലുൻ നാസിബു ഫിൽ ഫിഅലിൽ മുദാരി ആയ ഫിഅലിൽ മുദാരി ആയ ഫിഅൽ നസ്ബ് ചെയ്യുന്ന ആമിൽ പ്രവേശിക്കും. ഫയുബ്ദലു ഹറക്കത്തുൽ മുഫ്രദത്തി അപ്പം ഏകവചനം ഒറ്റ ഫാഇൽ വരുന്ന ഫിഅൽ, ആ ഫിഅലിന്റെ ഹറക്കത്തിനെ പകരമാക്കപ്പെടും മിന ദമ്മത്തി വമ്മത്തിൽ നിന്ന് ഇലൽ ഫതഹത്തി ഫതഹത്തിലേക്ക് മാറ്റപ്പെടും. അതിന്റെ ഹറക്കത്തിനെ വമ്മത്തിൽ നിന്ന് ഫതഹത്തിലേക്ക് മാറ്റപ്പെടും. വയസ്കുത്തു നൂനാത്തി നൂനുകൾ മൊത്തം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അല്ല വയുസ്കത്തു അൻ നൂനാത്തി നൂനുകളെ മൊത്തം തള്ളിയിടപ്പെടുകയും ചെയ്യും എന്നർത്ഥം. അല്ലെങ്കിൽ വയസ്കുത്തു നൂനാത്തു നൂനുകൾ മൊത്തം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഫതഖൂലു ലൻ തദ്ഖുല ലൻ തദ്ഖുല ലൻ തദ്ഖുലു ലൻ യദ്ഖുല ലൻ യദ്ഖുല ലൻ യദ്ഖുലു. ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൻ യദ്ഖുല അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയേ ഇല്ല, ആ ഒരർത്ഥാണ്. ലാ യദ്ഖുലു എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷൻ പ്രവേശിക്കുകയില്ല എന്നർത്ഥം. ലൻ യദ്ഖുല എന്ന് പറഞ്ഞാൽ അവനങ്ങോട്ട് കയറുന്നില്ല എന്നർത്ഥമാണ്. ലാ യഖ്റുജു അവൻ പുറത്തു പോവുകയില്ല. ലൻ യഖ്റുജ അവൻ പുറത്തു പോവുകയെന്നില്ല. അങ്ങനെ പെട്ടെന്ന് അനങ്ങുല അറിഞ്ഞില്ലേ ആ ഡയലോഗ്, അതാണ് ലൻ യദ്ഖുല. ലൻ എന്ന നഫീന്റെ ഹർഫ് അത് മുദാരി ആയ ഫിഅലിൽ പ്രവേശിച്ചാൽ മുദാരി ആയ ഫിഅലിന്റെ ദമ്മത്താണ് മാറ്റിയിട്ടിട്ട് അതിന്റെ ചോട്ടിൽ അവിടെ ഒരു ഫതഹത്താക്കും. ആ ഫതഹത്തിന് നമ്മൾ എന്ത് പറയും? ലന്ന് കൊണ്ടുപോയിട്ട ഫതഹത്തിന് നമ്മൾ നസ്ബ് എന്ന് പറയും. ലൻ എന്ന ഹർഫ് മുദാരി ആയ ഫിഅലിന് നസ്ബ് ചെയ്യും. നസ്ബ് ചെയ്യൽ എങ്ങനെയാണ്? ഒന്നിരിക്കലും അതിന്റെ മുഫ്രദത്ത് ഒറ്റഫായിലുള്ള ഫിഅലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ ഫതഹത്ത് കൊടുക്കും, അതായത് നസ്ബ് ചെയ്യും. മറ്റു സ്ഥലത്തൊക്കെ നൂനാണ്ട് കളയും. പക്ഷെ ജംഉൽ മുഅന്നസിന്റെ അവിടെ പറ്റൂല. നേരത്തെ നമ്മളെ യൻസുർന അവിടെ ലന്നല്ല, ഇവിടെ ലായും ലമ്മും വന്നിട്ട് അടക്കാത്ത കഴിഞ്ഞപ്പോൾ ലന്ന് വന്നിട്ട് എൻ്റെ വല്യാപ്പോടെ വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടില്ല. എങ്ങോട്ടപ്പോൾ ഇജിപ്പോൾ എന്നെ പറഞ്ഞേക്കാൻ വന്നതിന് വിട്ടുകൂടി അറിയും ആര് നമ്മളെ നൂനുൽ ഇനാസ്. അല്ലെങ്കിൽ തന്നെ ഒരു കൂടെ പെണ്ണുങ്ങളാണ് കൂടി കഴിഞ്ഞിരിക്കണേ ഇവൻ എന്താ നടക്കുക പായൻ്റെ ഇല്ല നമ്മളിവിടുന്ന്. അപ്പോൾ അതാണ് അവിടെ സംഭവം. അവിടെ ഒരു കൂട്ടം സ്ത്രീകളാണ് അവിടെ ഉള്ളത്. അവിടെ പിന്നെ ലമ്മ് എന്നിട്ട് ലാ എന്നിട്ട് നടക്കാത്ത തൽക്കാലം ലന്നി എന്നാൽ നടക്കൂല. എല്ലാ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക എന്നല്ലാതെ
അപ്പോൾ ലൻ യദ്ഖുല ലൻ യദ്ഖുല ലൻ യദ്ഖുലു ലൻ തദ്ഖുല ലൻ തദ്ഖുല ലൻ യദ്ഖുൽന ലൻ തദ്ഖുല ലൻ തദ്ഖുല ലൻ തദ്ഖുലു ലൻ തദ്ഖുലി ലൻ തദ്ഖുല ലൻ തദ്ഖുൽന ലൻ അദ്ഖുല ലൻ നദ്ഖുല അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ സിവ അപ്പോൾ എന്തിന് നൂനുകളെ അത് കളയുകയും ചെയ്യും. യസ്ഖുതു അന്നൂനാത്തു നൂനുകൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. സിവ നൂനി ജമാഅത്തിൽ മുഅന്നസ് ജമാഅത്തിന്റെ നൂന് ഒഴികെ, അതായത് നൂനുൽ ഇനാസ്, നൂനുൽ നൂനുൽ നിസ്വത്ത്, നൂനുൽ ജമാഅത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ച സാധനം മീസാനിൽ, അത് ഒഴികെ അതിനെ തൊടാൻ പറ്റൂല. അപ്പം യദ്ഖുൽനയിലും തദ്ഖുൽനയിലും നീ പറയും ലൻ യദ്ഖുൽന അവർ ഒരു കൂട്ടം സ്ത്രീകൾ പ്രവേശിക്കുകയേ ഇല്ല. ലൻ തദ്ഖുൽന നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകൾ പ്രവേശിക്കുകയേ ഇല്ല എന്ന് പറയും. മാ ഹുവ അമലുൽ ജവാസിമി ഫിൽ അഫ്ആലി ഫിഅലുകളിൽ ജസ്മ് ചെയ്യുന്ന ആമിലുകളുടെ പണി എന്താണ്? വഫി എന്താ ചെയ്യല്? മുളാരിയായ ഫിഅലിന് ജസ്മ് ചെയ്യും, വേറെന്താ ചെയ്യുന്നു? പിന്നെ വഫി അയ്യിൽ അഫ്ആലി ലാ യഅമലുൽ ജാസിം ഫിഅലുകളിൽ നിന്ന് ഏതിലാണ് ജാസിം അമൽ ചെയ്യാത്തത്? അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ഫിഅലുകൾ ഉണ്ടല്ലോ. ജാസിമല്ല, ജാസിമിന്റെ വാപ്പ വന്നാൽ പോലും അവിടെ ഒന്നും നടക്കൂല. ആ ഫിഅലുകൾ ഏതൊക്കെയാണ്? മതാ യുൻസബുൽ ഫിഅലുൽ മുദാരിഉ മുദാരി ആയ ഫിഅലിന് എപ്പോഴാണ് നസ്ബ് ചെയ്യപ്പെടുക? അജിദ് നീ എണ്ണുക. മാ തഅരിഫു മിൻ അദവാത്തിൽ ജസ്മി വൻ നസ്ബി നസ്ബിന്റെ മുദാരി ആയ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന അല്ലെങ്കിൽ ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ അത് അനക്ക് അറിയണത് ഏതൊക്കെയോ ഒന്ന് എണ്ണിയ, എനിക്ക് ഏതൊക്കെ അറിയാൻ നോക്കട്ടെ, പറയണത് എണ്ണിയാ മതി. ഹൽ തൂജദു അത് അറിയാത്ത ആൾക്കാർക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ മുഖദ്ദിമത്തുൽ അജ്റൂമിയ വരുന്നുണ്ട്. അപ്പോൾ മുത്തമ്മിമത്തുൽ അജ്റൂമിയ ഓതുന്ന ആളുകൾക്ക് അതറിയാം. ഫഹൽ തൂജദു ഹുറൂഫുൻ ഉഖ്റ ഗൈറുൽ ജവാസിമി വൻ നവാസിബി തദ്ഖുലു അലൽ ഫിഅലിൽ മുദാരിഅ ഈ ജസ്മിന്റെയും നസ്ബിന്റെയും ആമിലുകളല്ലാത്ത വേറെ ആരെങ്കിലും ഇനി മുദാരി ആയ ഫിഅലുമ്മൽ വന്ന് കണ്ടിട്ട് ഇങ്ങനെ കയറി നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ചില ഹർഫുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് താഴത്ത് പഠിച്ചാണ്ട് എക്കീദിന്റെ നൂന് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട്, ഓലെ ഇബ്തിദാഇന്റെ ലാമ് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ചില ആൾക്കാർ വരാണ്ട്. വഹൽ ലഹ അമലുൻ അംല എന്നാ അവകൾക്ക് അമലുണ്ടോ? അമലൊന്നുമില്ല, അവിടെ കയറിക്ക, അത്രേ ഉള്ളൂ. മുദാരി ആയ ഫിഅലിന്റെ തലക്കൽ ലാമും കയറിക്കും, അവസാനത്തിൽ ഈ നൂനും കയറിക്കും. വരിക്കുട്ടി മട്ടൽമ ചവിട്ടിയ മാതിരി മട്ടലിൽ അത്തൽമലിക്കാലും വെച്ചു ഓനെ ഒരു തല കിട്ടിയപ്പോൾ മറ്റേ തല പൊന്തി, ഈ തല കിട്ടിയപ്പോൾ ഇങ്ങനെ തലയും പൊന്തി. വരിക്കുട്ടി കച്ചറ ഉണ്ടാക്കിയാണ് പോവേനി, പെരേന്ന് കച്ചറ ഉണ്ടാക്കിയാണ് ഉമ്മനോട് കച്ചറ ഉണ്ടാക്കിയാണ് പോവേനി. അതിൽ മട്ടലിലൊരു തലമനാണ് ചവിട്ടി, മട്ടലിലെ മറ്റേ തല എന്നിട്ട് തലക്കണ്ട് കിട്ടി. അപ്പോഴാണ് പിന്നെ അവന് പിന്നെ മട്ടലിനോടായി ദേശീയോ. അപ്പോൾ അതിനെ മറ്റേ തലക്കനും ചവിട്ടി ഈ തലക്കനും ചവിട്ടി ഒറ്റ ചാട്ടോ, മട്ടനെ എടുക്കുന്നല്ലോ എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ തലക്കൽ വന്നാണ്ട് ലയഫ് അലന്ന എന്ന് പറഞ്ഞു വരും. ലാമ് തലക്കലും വരും, നൂന് അവസാനത്തിലും വരും. അതിന് മുദാരി ഫിഅലൊന്നും കാട്ടൊന്നുമില്ല, അമലൊന്നും ചെയ്യൂല. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ചോദിക്കുന്നത്, നമുക്ക് പഠിച്ചാനുള്ള സാധന. ഇജ്അൽ ഖത്തൻ തഹ്ത കുല്ലി ഫിഅലിൻ മജ്സൂമിൻ ഔ മൻസൂബിൻ ഫിൽ അംസിലത്തി താലിയ താഴെ വരുന്ന ഉദാഹരണത്തിൽ മജ്സൂമായ എല്ലാ ഫിഅലിൻ്റെ ചോട്ടിലും അതുപോലെ മൻസൂബായ എല്ലാ ഫിഅലിൻ്റെ ചോട്ടിലും ഓരോ വര അരച്ചാളാണ് പറഞ്ഞത്. അപ്പോൾ അത്തിൽമീദു ലം യക്തുബ് ദർസഹു അത്തിൽമീദു വിദ്യാർത്ഥി ലം യക്തുബ് ദർസഹു അവൻ്റെ ദർസിനെ എഴുതിയിട്ട് തന്നെ ഇല്ല, ഇതുവരെ എഴുതിയിട്ട് തന്നെ ഇല്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി അല്ലേ. ലിയക്തുബ് അലിയുൻ ദർസഹു അലി അവൻ്റെ ദർസ് എഴുതട്ടെ. ലൻ യദ്ഖുലൽ കാഫിറുൽ ജന്ന കാഫിർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, കടക്കുന്നില്ല. ലമ്മ അദ്ഹബ് ഇലൽ ബൈത്ത് ലമ്മ അദ്ഹബ് ഞാൻ പോയിട്ടില്ല. ലമ്മ അദ്ഹബ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇലൽ ബൈത്തി പെരേക്ക് വാപ്പാടെ ബഡിയിട്ട് കാത്തിട്ടുണ്ട്, ഇങ്ങോട്ട് പാന്നിറങ്ങി. അതുകൊണ്ട് ലമ്മ അദ്ഹബ് ഇലൽ ബൈത്തി ഇതുവരെ ഞാൻ വരെ പോയിട്ടില്ല. അത്ര അട്ടപ്പാതിരൊക്കെ പറഞ്ഞാകുമ്പോൾ കയറി കുത്തിരിക്കാണ്. വാപ്പാടെ ബടിയും വെട്ടിച്ച് കാത്തു കുത്തിട്ടുണ്ട്. അങ്ങപ്പുറത്തെ സുലൈക്കാക്ക് ഫോണിൽ മെസ്സേജ് അയച്ചാൽ പ്രശ്നമായത് വേണ്ടാത്ത വണ്ടി കണ്ടില്ലല്ലോ. യശ്റബ സംഗതി അല്ല, മെസ്സേജ് അയച്ചതും വേറെ ഒന്നല്ല പ്രശ്നമായത്. വാപ്പാക്ക് പ്രശ്നമായത് എന്താണ്? ഈ എരപ്പനെ ഞാൻ എന്തിനാ 10 കൊല്ലം സ്കൂളിൽ പറഞ്ഞു വെച്ചിരുന്നാണ്.
കാരണം അയച്ച മെസ്സേജിൽ മലയാളം ഫുള്ള് തെറ്റേ. അതാണ് പ്രശ്നം. മറ്റേ മെസ്സേജ് അയച്ചതല്ല പ്രശ്നമായത്. സുലൈഖാത്തക്കും അതല്ല പ്രശ്നമായത്. കാരണം അത് ഷെഡ്യൂൾ തുറക്കണ കാലത്ത് കാണാൻ തുടങ്ങിയതാണ്. അപ്പം അത് പോട്ടെ, അവനൊരു വിവരക്കേടുകൊണ്ട് എന്തെങ്കിലും അയച്ചോട്ടെ എന്ന് വിചാരിച്ചേണ്ട വിഷയമല്ലേ. ഇവനെ 10 കൊല്ലം എന്ത് ഒലക്കാണ് ഇയാൾ പഠിപ്പിച്ചു കൊടുത്തതെന്നുള്ളതാണ് സുലൈഖാത്തക്കും പ്രശ്നമായത്. അപ്പം അതാണ് മൂപ്പരെ കൊണ്ടുപോയിട്ട് അയൽവാസി കാക്ക കാണിച്ചു കൊടുത്തത് മോനെ അയച്ച മെസ്സേജാണ്. അതാ പ്രശ്നമായത്. അപ്പം ലമ്മ അദ്ഹബ് ഇലൽ ബൈത്തി, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ മലയാള അക്ഷരമാല മൊത്തം പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ലൻ യശ്റബ സഈദുൻ അദ്ദവാ, ലൻ യശ്റബ, സഈദ് കുടിച്ചിട്ടില്ല, കുടിക്കേയില്ല. ലൻ യശ്റബ സഈദുൻ, സഈദ് കുടിക്കാനില്ല. അദ്ദവാ, മരുന്നിനെ കുടിച്ചെന്നില്ല. മരുന്ന് എന്ന് പറഞ്ഞാൽ അലർജിയാണ്, കുടിച്ചെന്നില്ല. അതുപോലെ ലാ തുഅജ്ജിൽ അമലൽ യൗമി, ഇന്നത്തെ ദിവസം, ഇന്നത്തെ ജോലി നീ അവധിക്ക് വെക്കരുത്. ഇല്ലല്ല അവധി, നാളേക്ക്. ഇന്ന് എടുക്കാൻ പറഞ്ഞ വേണം ഇന്ന് എടുക്കണം. അത് നാളെ എന്ന് പറയരുത്. ഡോക്ടറിന്റെ പണി പറ്റൂല. നീ അവധിക്ക് വെക്കരുത്. ഉദ്കുർ അലാമത്തൽ ജസ്മി ഫിൽ അഫ്ആലി താലിയത്തി, താഴെ വരുന്നതായ ഫിഅലുകളിൽ ജസ്മിന്റെ അലാമത്ത് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ലം യക്തുബ്, ലം യക്തുബ, ലം യക്തുബു. ഇവിടെ ഏതാണ് ജസ്മിന്റെ അലാമത്ത് എന്ന് പറയണം. ലം തക്തുബ്, ലം തക്തുബ, ലം യക്തുബ്ന, ലം തക്തുബ്, ലം തക്തുബ, ലം തക്തുബു, ലം തക്തുബി, ലം തക്തുബ, ലം തക്തുബ്ന, ലം അക്തുബ്, ലം നക്തുബ്. ഇവിടൊക്കെ ജസ്മിന്റെ അലാമത്ത് എന്താണെന്ന് പറയണം. പിന്നെ സ്വരിഫിൽ ഫിഅല യദ്ഹബു മഅ ലൻ വ ലം, ലൻ എന്ന ഹർഫിന്റെ കൂടെ പോലെ ലം എന്ന ഹർഫിന്റെ കൂടെ യദ്ഹബു എന്ന ഫിഅലിനെ സർഫാക്കാനാണ് പറഞ്ഞത്. തസ്രീഫൻ കാമിലൻ, പൂർണ്ണമായ സർഫ്. അപ്പം ലം യദ്ഹബ്, ലം അങ്ങനെ, അതുപോലെ ലൻ യദ്ഹബ അങ്ങനെ പറഞ്ഞിട്ട് മൊത്തം സർഫാക്കാൻ. ഇത്ര പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് 9ാമത്തെ പാഠം ഇതൊക്കെ സർഫാക്കി വന്നാൽ എടുക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.